അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇപ്സ്വിച്ച് ഔട്ടിങ്ങിന് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിന് അതിലൊക്കെ കയറണമായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ നല്ല തണവാണല്ലോ, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നി. അപ്പോൾ വാഷ്റൂം യൂസ് ചെയ്യണമായിരുന്നു അർജൻറ്റായിട്ട്. അപ്പോൾ അതിന് നമ്മൾ വേറെ അവിടെ അടുത്തൊന്നും പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. അപ്പം നമ്മൾ അടുത്തുള്ളൊരു കഫേ കയറിയിട്ട് 2 ക്യാപ്പിച്ചീനോ ഓർഡർ ചെയ്തു. ക്യാപ്പിച്ചീനോ ഒരു മറവ് മാത്രം നമുക്ക് അവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് ക്യാപ്പിച്ചീനൊക്കെ കുടിച്ച് വന്ന ഉടനെ തന്നെ ചുറോസ് വാങ്ങി. മിൽക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിയത്. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. എൻ്റെ വാശിപ്പുറത്ത് വാങ്ങിയതാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര മധുരമായിരുന്നു. ഷുഗർ കോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് ആ ചുറോസിനും നല്ല എന്താ പറയുക, ഭയങ്കര മധുരമായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, തലക്കടിച്ച പോലെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കൊച്ചിനെ അവൻ ആകെ കയറാൻ പറ്റണ റൈഡ് ഇതായിരുന്നു. അപ്പോൾ അതിൽ കയറ്റി കുറച്ച് നേരം ഒന്ന് റൗണ്ട് അടിപ്പിച്ചു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷേ കയറ്റിയപ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു ഇനി ഇറങ്ങാൻ നേരത്തെ ഒരു യുദ്ധം നടത്തേണ്ടി വരുന്നു. കുറച്ച് നേരം അവർ കറക്കുള്ളൂ. ഒരു 10 റൗണ്ടൊക്കെ കറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇറങ്ങാൻ നേരത്തെ ആൾ വാശിയായി ബഹളമായി നിർബന്ധിച്ചെടുക്കേണ്ടി വന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങിത്തരാം, അത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ആൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. കണ്ടില്ലേ, കിടന്ന് പെടക്കായിരുന്നു ഇറങ്ങാൻ മടിയായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും തന്നെ കാണാനുണ്ടായില്ല. അപ്പോൾ നമ്മൾ നേരെ ബട്ടർ മാർക്കറ്റിലേക്ക് പോയിട്ടാണ്. ഈസ്റ്ററിൻ്റെ അന്നാണല്ലോ നമ്മൾ പോയത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് കണ്ട സ്ട്രീറ്റൊക്കെ ഇങ്ങനെ ഫ്രീ ആയി കിടക്കായിരുന്നു. അതുകൊണ്ട് കൊച്ചിന് നന്നായി ഓടി കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ കണ്ട പ്രാവിനൊക്കെ ഓടിച്ചിട്ട് പിടിക്കലായിരുന്നു. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു എന്താ പറയുക, ഇന്ത്യൻ കടകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയി. അവിടെ നിന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു ഓറിയോ ബബിൾ ടീ ആണ് കഴിച്ചത്. ബബിൾ ടീ അതെ, ഭയങ്കര മധുരം. എന്തോ ഓറിയോയും എന്നിട്ട് ബബിൾസും ഒക്കെ കൂടി ചോക്ലേറ്റ് ഇതൊക്കെ കൂടി ഭയങ്കര മധുരം. അങ്ങനെ തൊട്ടപ്പുറത്ത് നമ്മൾ പാനിപ്പൂരി കണ്ടപ്പോൾ അത് വാങ്ങി കഴിച്ചപ്പോഴാണ് ഒരു സമാധാനമായത്. ഇത്തിരി എരിവും പുളിയും ചെന്നപ്പോൾ ഒരു ആശ്വാസമായി. മധുരം കഴിച്ച് മൊത്തത്തിൽ കിളി പോയിരിക്കുകയായിരുന്നു. പക്ഷെ കൊച്ച് കഴിച്ചില്ല കേട്ടോ പാനിപ്പൂരി. പിന്നെ അവന് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമല്ലോ, പിന്നെ നമുക്ക് വിശക്കണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ മെക്ഡൊണാൾഡ്സിൽ വിട്ടു. നമ്മളെപ്പോൾ പുറത്ത് പോയാൽ ഒന്നില്ലെങ്കിൽ KFC അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സിൽ അവസാനം ചെന്നെത്തും. അങ്ങനെ അവർ രണ്ടുപേരും ഒരു റാപ്പും ഞാനൊരു ബർഗറാണ് വാങ്ങിയത്. എൻ്റെ ബർഗർ ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, ലാഭം നോക്കി ചെറുത് നോക്കി വാങ്ങിയതാണ്. പക്ഷേ അതിൽ ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് അവസാനം അവൻ്റെ എന്താ പറയുക, ക്യുക്കുംബറും ലെറ്റ്യൂസൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ബർഗർ ഒന്നും കൂടി മോഡിഫൈ ചെയ്തെടുത്തപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ജസ്റ്റ് അവിടെ ഒന്ന് കുറച്ച് നേരം കറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ പിന്നെ തിരിച്ച് പോകാം, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടല്ലോ ഹസ്ബൻഡിന്. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഇങ്ങനെ ഒരു 7 മണിക്ക് ആയപ്പോഴേക്കും വീടെത്തിയിട്ടാണ്.